السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സഹോദരന്മാരെ, മരണവുമായി മരണാനന്തരവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കേണ്ടത്. മരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അലംഘനീയമായ ഒരു സംഗതിയാണ്. ജനിച്ചവരൊക്കെ മരിക്കും. മരിക്കാത്തവരായി അല്ലാഹു മാത്രമേ ഉള്ളൂ. വൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്നവൻ. ഈ വിശേഷണം അല്ലാഹുവിന് മാത്രം ചേർന്നതാണ്. ബാക്കി പ്രപഞ്ചം എല്ലാം നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ എന്ന് വിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ മറ്റ് രംഗങ്ങളിലൊക്കെ ഇസ്ലാം എന്താണോ നമ്മെ പഠിപ്പിച്ചത്, അതുപോലെ ഈ രംഗവുമായി ബന്ധപ്പെട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട അനുഷ്ഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഇസ്ലാം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മരണമെന്നത് ചിലപ്പോൾ മനുഷ്യൻ രോഗശയ്യയിൽ കിടന്നാവാം, പെട്ടെന്നാവാം, ചില അപകടങ്ങളിൽ അകപ്പെട്ടുകൊണ്ടാവാം, അതുപോലെ സംഘട്ടനങ്ങളിലാവാം. ഏത് രീതിയിലാണ് മരണം നമ്മെ സമീപിക്കാന്നുള്ളത് മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയില്ല. രോഗശയ്യയിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ സന്ദർശിക്കുക എന്നത് നമ്മളുടെ ബാധ്യതയായി ഇസ്ലാം നിർണയിച്ചിട്ടുണ്ട്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ അല്ലെങ്കിൽ ഖംസുൻ. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 5 എന്നാണെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് 6 കാര്യങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പാലിക്കേണ്ട ബാധ്യതയാണ്. അഥവാ മറ്റേ ആൾക്ക് ഒരു മുസ്ലിമിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ്. അതിലൊന്ന്, അയാൾ രോഗിയായാൽ അയാളെ സന്ദർശിക്കുക എന്നതാണ്. രോഗസന്ദർശനം എന്നത് അതിനും ചില വ്യവസ്ഥകളും ചിട്ടകളും ഒക്കെ ഉണ്ട്. അയാളുടെ രോഗ വിവരങ്ങൾ അറിയുക, അയാളെ ആശ്വസിപ്പിക്കുക, അയാൾക്ക് സമാശ്വാസം നൽകുന്ന എന്തെങ്കിലുമൊക്കെ പറയുക, അല്ലാഹുവോട് പ്രാർത്ഥിക്കാം, അയാളോട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. ഇത് കുറേ നേരം അയാളുടെ അടുത്തിരുന്ന് അയാളെ ശല്യം ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല രോഗസന്ദർശനം. ചില ആളുകൾ തങ്ങളുടെ അടുത്ത് ദീർഘമായി ഇരിക്കുന്നത് ആശ്വാസകരമായി തോന്നുന്ന ചില രോഗികളുണ്ടാവാം. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അഭികാമ്യമായ നല്ലൊരു കാര്യമാണ്. അല്ലാത്ത ആളുകൾ രോഗിയെ സന്ദർശിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പോകുന്ന രീതിയാണ് വേണ്ടത്.
പിന്നെ ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് കാര്യം ഹദീസിൽ ഉദ്ധരിച്ച് കാണാവുന്നതാണ്. ഒന്ന്, രോഗശയ്യയിൽ കിടക്കുന്ന ആളെ ഖുർആൻ ഓതി കേൾപ്പിക്കുക. അത് തന്നെ ഹദീസിൽ യാസീൻ സൂറത്ത് ഓതി കൊടുക്കാനാണ് പറഞ്ഞത്. ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. ഇവിടെ മൗത്ത എന്ന അറബിയിൽ പറഞ്ഞാൽ രണ്ടാൾക്കും പറയാം. മരിച്ച ആളെന്നും പറയാം, മരണവുമായി ബന്ധപ്പെട്ട് രോഗശയ്യയിൽ കിടക്കുന്ന ആൾക്കും മൗത്ത എന്ന് പറയാം. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് രോഗശയ്യയിൽ കിടക്കുന്ന ആളെയാണ്. അങ്ങനെയാണ് പൗരാണിക പണ്ഡിതന്മാരൊക്കെ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത്. ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ യാസീൻ ഓതി കേൾപ്പിക്കുക. മരണമാസന്നമായ എന്ന് പറഞ്ഞാൽ മരണം മരിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലും അല്ലാതെ ഏതാണ്ട് അയാൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഇത് കേൾക്കാനുള്ള സന്നദ്ധതയൊക്കെ ഇപ്പം ഉണ്ട്. അതിനുള്ള മാനസികാവസ്ഥ ഒക്കെ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളമാണ് അയാൾക്ക് യാസീൻ ഓതി കേൾപ്പിക്കണം എന്ന് പറഞ്ഞത്. അല്ലാത്ത ആളുകൾക്ക് യാസീൻ ഓതി കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മയ്യത്ത് എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒക്കെ ആളുകൾ യാസീൻ ഓതാറുണ്ട്. ഇപ്പം അത് പോയി മറ്റേ രീതിയിലേക്ക് വന്നിട്ടുണ്ട്, പിന്നീട് പറയാം. മറ്റൊന്ന്, ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ മരണമാസന്നമായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് മരണത്തോടെ ഏതാണ്ട് അടുത്തു എന്ന് നമ്മൾക്ക് ബോധ്യമുള്ള ആളുകൾക്കാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. അത് തന്നെയും അതിനും ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇയാളുടെ ചവിട്ടിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം എന്ന് അയാളോട് പറയാൻ പാടില്ല. കാരണം ഈ ഘട്ടത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലണം എന്നുള്ള ഇതൊന്നായിട്ട് പറഞ്ഞു എന്ന് വരാം. കാരണം മനുഷ്യൻ്റെ അഭയത്തെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അയാളുടെ കാതിൻ്റെ അടുത്ത് അയാൾ കേൾക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ചൊല്ലണം എന്ന് പോലും പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഒരു പ്രാവശ്യം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ചൊല്ലിയാൽ പിന്നീട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം ഹദീസിലെ പ്രയോഗം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് റിപ്പോർട്ടുണ്ട്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞ, ഇത് ആത്മാർത്ഥമായി പറഞ്ഞ ആളെ സംബന്ധിച്ചാണോ, അതും ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കുന്നത് കിടക്കുന്നതിന് പകരം അവസാനമെങ്കിലും സ്വർഗത്തിൽ കിടക്കുമെന്നാണോ, അതോ ഇത് മരണഘട്ടത്തിൽ ചൊല്ലണതിനെ പറ്റിയാണോ എന്നൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ച ഉണ്ട്. അതേ അവസരം അവസാനം ഒരാളുടെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അയാൾക്ക് സ്വർഗപ്രവേശത്തെ സംബന്ധിച്ച് വേറെ തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തത് അയാളുടെ അവസാനത്തെ വാക്കായി തീരാം. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇയാൾക്ക് ചൊല്ലിക്കൊടുത്ത് അയാൾ ചൊല്ലി, പിന്നെ പറയാൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പിന്നെ അയാൾ വേറെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടതുള്ളൂ. അപ്പം പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടി വരും. അതിൽ പോലും ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇയാളുടെ സ്വത്തിന് അവകാശികളായി തീരുന്ന ആളുകൾ ആവാൻ പാടില്ലെന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് വരെ പറഞ്ഞു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കെങ്കിലും ചില സംശയങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഇവിടെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഈ രോഗിയായി കിടക്കുന്ന മനുഷ്യൻ എത്രയും പെട്ടെന്ന് മരിച്ചിട്ടിയാൽ ഇയാൾക്ക് അവകാശം എടുക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഇയാൾ ചൊല്ലിക്കൊടുക്കുന്നതെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് കഴിയുന്നതും അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ വേണം അത് ചൊല്ലിക്കൊടുക്കാൻ എന്ന് വരെ പണ്ഡിതന്മാർ നമ്മളെ ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇതിന് വ്യക്തമായി ഉള്ള രേഖ എന്ന് പറയുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായ സഹാബി,
അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ ആദ്യ ഭർത്താവായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം ചെയ്തത്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരം അറിയിച്ചു. നബി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അബൂ സലമയുടെ കണ്ണ് തുറന്നെടുക്കുകയാണ്. അതുവരെ മരിച്ച ആളെ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്നു. നബി വന്നപ്പം തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ ഈ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വഖ്ലുഫുഹു ഫീ അഖിബിഹി ഫിൽ ഗാബിരീൻ, ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിൽ അവർക്ക് നീ അദ്ദേഹത്തിന് പകരമായി നിൽക്കണമേ. വഖ്ലുഫുഹു ഫീ അഖിബിഹി ഫിൽ ഗാബിരീൻ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയ്യീൻ, സന്മാർഗികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നീ ഉയർത്തേണമേ. വഗ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരണമേ. വവസ്സി ഫീ ഖബരിഹി, അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കണമേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഉച്ചത്തിലല്ല, എന്നാൽ നബിയുടെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിലാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏത് രംഗത്തും ആരാണ് നമ്മളുടെ മാതൃക? ഈ ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിലാണ് ഉത്തമ മാതൃകയുള്ളത്. ഇവിടെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നുമല്ല ഇതിനർത്ഥം. കാരണം എന്താണ്? നിങ്ങൾക്ക് റസൂലിന് മാതൃക ഉണ്ട് പറയുമ്പോൾ റസൂലിൽ മാതൃകയുണ്ട്, വേറെ ആളുകളിലും മാതൃക ഉണ്ട് എന്ന് വരാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഉത്തമ മാതൃകയുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനിലാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുകയും കൂടുതലായി ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ്. അപ്പോൾ ഈ ആളുകൾക്ക് ഉത്തമ മാതൃകയുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യവും അള്ളാഹുവിൻ്റെ റസൂൽ അതെങ്ങനെ പഠിപ്പിച്ചു എന്നാണ് അവിടെ പരിശോധിക്കേണ്ടത്. അത് പകർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നാട്ടിൽ എന്ത് നടക്കുന്നു എന്നത് നമ്മൾക്ക് പ്രശ്നമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ച ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കുകയും അത് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫുലാൻ, ഇന്ന ആൾക്ക് ഇവിടെ പല്ലി അബീ സലമ, അബൂ സലമക്ക് പുറത്ത് കൊടുക്കണേന്നാണ്. അപ്പോൾ ആരാണോ നമ്മളുടെ മുമ്പിൽ മയ്യത്ത്, ആ മയ്യത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു മുഹമ്മദാണ് മരിച്ചെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കണ്ണ് രണ്ടും ഇങ്ങനെ അടക്കാൻ ശ്രമിച്ചു. ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ബസറ യത്ബഉ അർറൂഹ്, ബസർ മനുഷ്യൻ്റെ കണ്ണ് മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ കണ്ണ് അവൻ്റെ റൂഹിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റൂഹ് ഇങ്ങനെ പോണത് നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അവൻ്റെ കണ്ണ് തുറന്നിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അബൂ സലമയുടെ കുടുംബക്കാരും കൂടി ബഹളം വെക്കാൻ തുടങ്ങി. കാരണം മനുഷ്യന് ഇത്തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ കേട്ടാൽ ആ സന്ദർഭത്തിൽ പൊട്ടിക്കരയുക, വിങ്ങിപ്പൊട്ടുക എന്നുള്ളത് സ്വാഭാവികം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ അനാവശ്യമായി ഒന്നും പറയാൻ പാടില്ല. ഖൂലു ഖൈറൻ വലാ തഖൂലു ഇല്ലൽ ഖൈർ, നിങ്ങൾ നല്ലത് മാത്രമേ പറയാവൂ. കാരണം എന്താണ്? നിങ്ങൾ എന്താണോ പറയുന്നത് അതിന് മലക്കുകൾ ആമീൻ ചൊല്ലുന്ന, നിങ്ങൾ എന്താണോ ഈ ഘട്ടത്തിൽ പറയുന്നത് അതിന് മലക്കുകൾ ആമീൻ ചൊല്ലും. അപ്പോൾ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് നല്ല കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ, വേറെ അവിടുന്ന് വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ സാന്നിധ്യം ഈ സന്ദർഭത്തിൽ ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്, ഇവിടെ വിശേഷിച്ചും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു അതിന് അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ലതേ പറയാവൂ. പിന്നെ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്
ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിവരണം നൽകുകയാണ്. ഇതിൽ ഏറ്റവും വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് മരിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മരിച്ചു കഴിഞ്ഞാൽ കണ്ണുപൂട്ട മാത്രമല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന താടിയും തലയും ഒന്നായിട്ട് ഒരു തുണി ശീല കീറിയിട്ട് കെട്ടുക. കാരണം ഈ വായ പൊളിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈ കയ്യും കാലും ഒക്കെ മനുഷ്യനെ അവൻ മരിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയം ചൂട് ബാക്കിയുണ്ടാവും. ഈ ചൂടാറുന്നതിന് മുമ്പ് തണുത്ത് മരവിച്ചു പോകുന്നതിന് മുമ്പ് കയ്യും കാലും ഒക്കെ നീർത്തി വെച്ചെങ്കിലേ ആ കയ്യും കാലും നീരുള്ളൂ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ഒന്ന് കണ്ണുകൂട്ടുക, താടി തലയിലേക്ക് ഒരു ശീല കൊണ്ട് കെട്ടുക, എന്നിട്ട് കയ്യും കാലും ഒക്കെ നീർത്തി വെച്ച് കൊടുക്കാം. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നീട് ചെയ്യേണ്ടത് മയ്യത്തിനെ ഒന്നായിട്ട് ഒരു വസ്ത്രം കൊണ്ട് മൂടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസിൽ ഉദ്ധരിച്ച് കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് കുറച്ച് അകലെ സൻഹ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയതാണ് സുബഹി സ്കെച്ച് ചെയ്ത്. അതിന് ശേഷമാണ് ആരോ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട് എന്ന വിവരം പറയുന്നത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചു വരാം. ഉമർ റളിയല്ലാഹു അൻഹു വാളൂരി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ പ്രകോപിതനായി നിൽക്കുകയാണ്. ഈ ഘട്ടത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത്. അദ്ദേഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി കിടക്കുന്നത്. നബിയുടെ അടുത്ത് വന്നു. അപ്പോൾ അവിടെ പറയുന്നത് മുസജ്ജൻ ബി ഖതീഫത്തിൻ എന്നാണ്. ഒരു കട്ടിയുള്ള വസ്ത്രം കൊണ്ട് നബിയെ ആകെ മൂടിയിട്ടുണ്ട്. ഒരു കട്ടിയുള്ള വസ്ത്രം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകെ മൂടിയിട്ടുണ്ട്. കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേ ഹദീസിൽ കാണാം, നബി ധരിച്ച വസ്ത്രം അഴിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യൽ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ഒരു വസ്ത്രം ഒന്നായിട്ട് ഇട്ട് മൂടാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സഹാബിമാർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പിടിപാട് കിട്ടാതായി. നബിയുടെ വസ്ത്രം അഴിച്ചു മാറ്റണോ അതോ വസ്ത്രത്തോട് കൂടി തന്നെ കുളിപ്പിക്കണോ എന്നുണ്ട്. അപ്പോൾ അവരൊരു വിളി കാണാൻ കേട്ടു എന്നാണ്. ആരോ ഒരു അശരീരി വിളിച്ചു പറയുന്നതായിട്ട്, അദ്ദേഹത്തിൻ്റെ വസ്ത്രം അങ്ങനെ തന്നെ ഉള്ള അവസ്ഥയിൽ നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അഴിച്ചു മാറ്റാതെയാണ് നബിയെ കുളിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ സാധാരണ ഗതിയിൽ മറ്റുള്ളവർക്ക് അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ പുതപ്പിക്കുകയാണ് ചെയ്യാം. ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയുടെ ഈ പുതപ്പിൻ്റെ ഈ തലൻ്റെ ഭാഗം മുഖമായിട്ട് വെളിവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ചുംബിക്കുന്നുണ്ട്. നബിയെ ചുംബിക്കുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് അള്ളാഹു നിശ്ചയിച്ച മരണം അത് താങ്കൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പുറത്ത് വാളൂരി പിടിച്ച് നിൽക്കുകയാണ്. പുറത്തേക്ക് ചെന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്നുള്ള സൂറത്ത് ആല ഇമ്രാനിലെ ആയത്ത് ഓതിയിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഘട്ടത്തിൽ പറഞ്ഞു, ഇങ്ങനൊരായത്ത് ഖുർആനിൽ അപ്പോൾ അവതരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിൽ മനപ്പാടുള്ള ആളാണ്. പക്ഷേ ഈ ഒരു വിപ്രാളത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആയത്ത് മറന്നുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവിടെ വസ്ത്രം ഒന്നായിട്ട് ശരീരം ഒന്നായിട്ട് വസ്ത്രം കൊണ്ട് മൂടുകയാണ്. അപ്പോൾ അത്യാവശ്യം ബന്ധപ്പെട്ട ആളുകൾക്ക് മയ്യത്തിന് ചുംബിക്കാമെന്നോ വേറെയും സംഭവങ്ങളുണ്ട്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി അദ്ദേഹത്തെ ചുംബിച്ചതായി, സ്വന്തം മകൻ ഇബ്രാഹിം മരിച്ചപ്പോൾ നബി കുട്ടിയെ ചുംബിച്ചതായിട്ടൊക്കെ ഹദീസിൽ കാണാവുന്നതാണ്. അപ്പോൾ ഹദീസ് മയ്യത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് മയ്യത്തിന് ചുംബിക്കൽ അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് കുളിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കുളിപ്പിക്കണതിനും ഒരു രീതിയുണ്ട്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കലെന്ന് ചോദിച്ചാൽ മിക്കവാറും ആളുകൾക്ക് അറിയാം. ഒന്നായിട്ട് ആദ്യം തല മുതൽക്ക് കാല് വരെ വെള്ളമായിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ സോപ്പിട്ട് നന്നായി തേച്ച് കുളിപ്പിച്ചിട്ട് പിന്നീട് പൊതുണ്ടാക്കി കൊടുക്കുക. യഥാർത്ഥത്തിൽ എങ്ങനെ ചെയ്യേണ്ടത് മയ്യത്തിന് ആദ്യം ഒന്ന് താങ്ങി ഇരിക്കണ രീതിയിൽ ഒന്ന് താങ്ങി നിർത്തി അല്പം ഒന്ന് ചാച്ചി ഇരുത്താം.
എന്നിട്ട് വയറ് നന്നായി തടവി കൊടുക്കുക. എന്നിട്ട് ഇയാൾക്ക് മൂത്രവും മലമൊക്കെ പോകേണ്ടിണ്ടാവും. ചിലപ്പോൾ മരിക്കണതിൻ്റെ മുമ്പ് പോവാൻ ഒരുങ്ങിക്കണ ചില ഇതുണ്ടാവാം. അത് പുറത്ത് പോകാണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. എന്നിട്ട് കൈമല നന്നായി ശീല ചുറ്റിയിട്ട് ഈ മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും ഒക്കെ ഈ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കി കൊടുത്ത് പിന്നീട് അദ്ദേഹത്തിന് ഒന്നുണ്ടാക്കി കൊടുക്കാണ്ട് മയ്യത്തിന് ഒന്നുണ്ടാക്കി കൊടുക്കുക. നമ്മൾ കുളിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ കുളിക്കുമ്പോഴും ആദ്യം ഒന്നുണ്ടാക്കിയിട്ടാണ് കുളിക്കേണ്ടതെന്നാണ്. അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. ആദ്യമായി നമ്മൾ ഒന്നുണ്ടാക്കിയിട്ടാണ് കുളിക്കേണ്ടത്. ഇതേപോലെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ആദ്യം മയ്യത്തിന് ഒന്നുണ്ടാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മരിച്ചപ്പോൾ ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പ്രസിദ്ധ സഹാബി വനിത, അവരെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം നബി ഏൽപ്പിക്കുന്നത്, മകളെ കുളിപ്പിക്കണ കാര്യം. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ അടുത്ത് വന്നു മകളെ കുളിപ്പിക്കാൻ ഒരുങ്ങപ്പോൾ എന്നിട്ട് പറഞ്ഞു മയാമിനിഹ, അവളുടെ വലത് ഭാഗം കൊണ്ട് തുടങ്ങുക. അതുപോലെ നിങ്ങൾ അവൾക്ക് ഉളുണ്ടാക്കി കൊടുക്കണം, നമസ്കാരത്തിന് ഉളുണ്ടാക്കുന്നത് പോലെ. അപ്പോൾ ആദ്യം ഉളുണ്ടാക്കി കൊടുക്കുക. ഉളുണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നീട് തല കഴുകുക. അങ്ങനെയാണ് നമ്മൾ കുളിക്കുമ്പോഴും ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇബ്തദഅന ബിമയാമിനി, അവിടെ വലത്തെ ഭാഗം കൊണ്ട് തുടങ്ങാം. അപ്പോൾ തലയും കഴുകി പിന്നെ വലത്തെ ഭാഗം കഴുകിയിട്ട് പിന്നീട് ഇടത്തെ ഭാഗം കഴുകുക. അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞു വജഅൽ ഫി ആഖിരിഹിന്ന കാഫൂറൻ ഔ ശൈഅൻ മിൻ കാഫൂർ, അതിൻ്റെ അവസാനത്തെ ഇതിൽ കുറച്ച് കർപ്പൂരട്ടേക്കുണ്ട് എന്നും പറഞ്ഞു. ഇനി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മയ്യത്ത് കുളിപ്പിക്കണ വെള്ളത്തിൽ കർപ്പൂരം ചേർക്കണം. ഇനി മയ്യത്ത് കുളിപ്പിക്കേണ്ട വെള്ളം എങ്ങനെയുള്ള വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്? നമ്മൾ സാധാരണ ചൂടാക്കിയിട്ടാണ് കുളിപ്പിക്കാറുള്ളത്, ചുടുവെള്ളം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കുളിപ്പിക്കേണ്ടത്, പച്ചവെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. വളരെ ആവശ്യമാണെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വെള്ളം ചൂടാക്കി കുളിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ പച്ചവെള്ളം കൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് കഫൻ ചെയ്യാണ് ചെയ്യാം. ഇതൊക്കെ ഹദീസിൽ നമ്മളെ ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ നന്നായി പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് വല്ലാതെ വിശദമായിട്ട് ഇവിടെ സംസാരിക്കേണ്ടതില്ല. 3 കഷ്ണം തുണിയാണ് ഒരു മനുഷ്യന് അനുവദിച്ചിട്ടുള്ളത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3 കഷ്ണം തുണിയാണ്. സ്ത്രീക്കാണെങ്കിൽ ഒരു അരയുടുപ്പ്, ഒരു കുപ്പായം, നിസ്കാര കുപ്പായം, ഒരു മക്കന, പിന്നെ ഒരു തുണി, ഇങ്ങനെയാണ്. അപ്പോൾ ഈ 3 കഷ്ണം തുണി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആണ് അനുവദിച്ചിട്ടുള്ളതാണ്. നിർഭാഗ്യത്തിന് അയാളുടെ സമ്പത്ത് മുഴുവനും കടത്തിൽ കുളിച്ചിട്ടുണ്ട്. അയാളുടെ സമ്പത്ത് മുഴുവൻ വിറ്റാലും അയാൾക്ക് കടം വീടാൻ കഴിയില്ല എന്ന് നോക്കുക. എന്നാൽ ഇയാൾക്ക് എത്ര കഷ്ണം തുണിക്കാണ് അവകാശമുള്ളത്? ഫിഖ്ഹിൽ പറയേണ്ടത് 1 കഷ്ണം തുണിക്ക് അയാൾക്ക് അവകാശമുള്ളതാണ്. ബാക്കി 2 കഷ്ണം അയാൾക്ക് കിട്ടണമെങ്കിൽ കടക്കാർ അനുവദിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത്. വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. കടക്കാർ അനുവദിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ ബാക്കി 2 കഷ്ണം തുണിക്ക് അവകാശമുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, മയ്യത്ത് സംസ്കരണത്തിൻ്റെ ചെലവ് ആരാണ് ഏറ്റെടുക്കേണ്ടത്? മക്കളാണോ? കുടുംബക്കാരാണോ? അല്ല. മയ്യത്തിന് ഉള്ള സ്വത്ത് അയാൾ വിട്ടേച്ച് പോയ സ്വത്ത് എന്നാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് സ്വത്ത് ഓരി വെക്കുമ്പോൾ പോലും 3 കാര്യം അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. 1, മയ്യത്തിൻ്റെ സംസ്കരണത്തിൻ്റെ ചെലവ്. അപ്പോൾ തുണി വാങ്ങണം, ഖബർ കുഴിക്കുന്ന ആൾക്ക് അതിൻ്റെ കൂലി കൊടുക്കണം. രണ്ടാമത്തത് ഇദ്ദേഹം വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. മൂന്നാമത്തെ ഇദ്ദേഹത്തിൻ്റെ കടം. ഇത് കഴിച്ചിട്ട് പിന്നീടാണ് ഇയാളുടെ സമ്പത്ത് ബാക്കിയുള്ളത്. അതിന് മുമ്പ് സമ്പത്ത് വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് എന്താണ്? നമസ്കരിക്കാനുള്ളതാണ്. ഈ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് ഇതിൻ്റെ ബാധ്യത? ഖുർആനിൽ ഒരൊറ്റ പ്രാവശ്യമേ മയ്യത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു. അത് തന്നെ നമസ്കരിക്കണം എന്നല്ല, നമസ്കരിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്താ അങ്ങനെ നിങ്ങൾക്ക് തോന്നാം? വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ, അവരെ കൂട്ടത്തിൽ നിന്ന് ആര് മരിച്ചാലും ഒരു കാലത്തും അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല.
വലാ തഖും അലാ ഖബരിഹി, അയാളുടെ ഖബറിൻ്റെ അടുത്ത് പോയി നിൽക്കാനും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു ആയത്ത് സൂറത്ത് ബറാഅയിലുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ആര് തന്നെ മരിച്ചാലും അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത്, അയാളുടെ ഖബറിൻ്റെ അടുത്ത് പോയി നിൽക്കാനും പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാറുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ ചെയ്യരുതെന്ന് പറയേണ്ടത്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കള്ളുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളോടാണ് പറയേണ്ടത് കള്ളു കുടിക്കരുത്. കള്ളു കുടിക്കാത്തവരോട് പിന്നെയും ഇത് കള്ളു കുടിക്കാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാറുള്ളത്. അതുകൊണ്ട് പറഞ്ഞു, മുനാഫിക്കുകളായ ആളുകൾ, അവർ മുനാഫിക്കാണ്, പക്കാ മുനാഫിക്കാണെന്ന് ബോധ്യമുള്ള അയാൾ മരിച്ചാൽ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മുനാഫിക്കാണോ അല്ലെന്ന് നമ്മൾ തീരുമാനിക്കാനും കഴിയില്ല. അതേ അവസരം ഇസ്ലാമിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന, സദാ അള്ളാഹുവിനെ, റസൂലിനെ, ഖുർആനിനെ, ഇസ്ലാമിനെ ഒക്കെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന, പരലോകത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ പേര് മുഹമ്മദാണ്, അഹമ്മദാണ്, അബ്ദുള്ളയാണ്, ഇബ്രാഹിമാണ്. അത്തരം നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? അത്തരം ആളുകൾക്ക് ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാഫിർ എന്നാണ് പറയാം. പക്ക കാഫിറാണ് അയാൾ. പേര് മുഹമ്മദ് ആയതുകൊണ്ടും ഇബ്രാഹിം ആയതുകൊണ്ട് കാര്യമില്ല. അത്തരം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, മകാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ വലൗ കാനൂ വലിയ ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവട്ടെ, മുഅ്മിനുകളാവട്ടെ, ഇവർക്കൊന്നും അനുവദനീയമായ സംഗതിയല്ല. എന്ത്? സ്വന്തം കുടുംബക്കാരാണെങ്കിൽ പോലും മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ കാര്യമാണ് പറഞ്ഞത്. പൊറുക്കലിനെ തേടുക എന്നുള്ളത് അനുവദനീയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മാതാവിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞു. ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് കരയാണ്. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മാ അബുക്കാവ്, എന്താണ് അങ്ങ് കരയാൻ കാരണം? മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, പക്ഷെ അദ്ദേഹം മനുഷ്യനാണോ? സ്വന്തം മാതാവിൻ്റെ കുട്ടിക്കാലത്ത് 4 വയസ്സുള്ളപ്പോഴാണ് ഉമ്മ മരിക്കുന്നത്. ആ മാതാവിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയി കരയാണ്. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, എന്താ കരയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബി ലി അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റില്ല, അള്ളാഹുവിൻ്റെ അനുവാദം വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി വരുന്നതിൻ്റെ മുമ്പ് മരിച്ചുപോയ ആളാണ് ആമിന, നബിയുടെ മാതാവ്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോട് എൻ്റെ മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചു, പക്ഷേ എനിക്ക് അനുവാദം കിട്ടിയില്ല. എന്നാൽ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് അനുവാദം ചോദിച്ചു, എനിക്ക് അനുവാദം നൽകി. ഇത് മനസ്സിലേക്ക് തികട്ടി വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മൻ്റെ ഖബറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീർ വലിപ്പിച്ചത്. ഇവിടെ ഇതുകൊണ്ട് നമ്മൾ ആമിന മുശ്രിക്കാണ്, നരകത്തിലാണെന്ന് വിധി എഴുതാൻ പറ്റുമോ? അത് നമ്മൾ എഴുതാൻ പറ്റൂല. എന്തുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ ഇസ്തിഗ്ഫാറിന് അനുവാദം കൊടുത്തില്ല? അവിടെയാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉമ്മക്ക് വേണ്ടി, മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ആമിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തില്ലേ? അവർ പണ്ട് നബിയാണ് വരുന്നതിന് മുമ്പ് ഷിർക്കിൻ്റെ കാലഘട്ടത്തിൽ മരിച്ചു പോയതല്ലേ? പിന്നെ നമ്മളെ ഉമ്മക്കും ബാപ്പക്കും ഒക്കെ ഇസ്തിഗ്ഫാർ ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. ഇത് ആളുകൾ തങ്ങളുടെ മാതൃകയായി സ്വീകരിക്കാം. അത് കൊണ്ടാണ് ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ഖബർ സിയാറത്തോ, ഇമാം നവവി റഹിമഹുല്ലാഹ് ഷറഹ് മുസ്ലിം സഹീഹ് മുസ്ലിമിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, സിയാറത്ത് എന്ന സംഗതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പരലോക ബോധമുണ്ടാവുക എന്നത് മാത്രമാണ്. നമ്മൾ ആരാണോ സിയാറത്ത് ചെയ്യണത് അയാൾക്ക് പരലോക ബോധം ഉണ്ടാവാനുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുസ്ലിമിൻ്റെ ഖബറും സിയാറത്ത് ചെയ്യാം, അമുസ്ലിമിൻ്റെ ഖബറും സിയാറത്ത് ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ് എന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് ഷറഹ് മുസ്ലിം പറയുന്നു. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരു കാഫറിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പാടില്ല, ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. അവിടെ പോകാം, പിന്നെ പരലോകത്തെ സംബന്ധിച്ച് ഓർക്കാം, അതൊക്കെ ചെയ്ത് തിരിച്ചു പോരാം.
സലാം പറയലും ഇസ്തിഗ്ഫാർ ചെയ്യലും ഒക്കെ മൂമിൻ്റെ ഖബറിൻ്റെ അടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു കാര്യമാണ്. അപ്പോൾ സിയാറത്ത് ചെയ്യാന്നുള്ളത് മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ സാലിഹ്യങ്ങളുടെ എന്നൊന്നുമില്ല, ഏത് ഖബറും സിയാറത്ത് ചെയ്യാം എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഇനി നമസ്കാരത്തിൻ്റെ കാര്യമുണ്ട്. ഈ നമസ്കാരം എന്ന് പറയുന്നത് ആർക്കാണ് ഇതിൻ്റെ ബാധ്യത? അത് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ബാധ്യതയാണ്. നമ്മളെ ഷാഫി ഫിഖ്ഹിലെ തന്നെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഇത് സംബന്ധിച്ചുള്ള വളരെ വിശദമായ ചർച്ചയുണ്ട്. അതിൽ ബാധ്യത ഒരു സ്ഥലത്ത് മയ്യത്തിനുമായിട്ട് ചുറ്റിപ്പറ്റി ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ ആര് നമസ്കരിച്ചാലാണ് ബാധ്യത തീരാം? ഇത് നല്ലൊരു ചർച്ചയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും ഷാഫി മദ്ഹബിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് പുരുഷന്മാർ നമസ്കരിച്ചെങ്കിലേ ബാധ്യത തീരും. ഇത് ബാധ്യത തീരുന്നതുമായി മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം. ബാധ്യത തീരുക പുരുഷന്മാർ നമസ്കരിച്ചാൽ മാത്രമാണ്. പുരുഷന്മാരുണ്ടായിരിക്കെ സ്ത്രീകൾ നമസ്കരിച്ചാൽ ബാധ്യത തീരുകയില്ല. അപ്പോഴും അവിടെ പറയുന്ന ഒരു സംഗതി, ഈ ഖിതാബ് സംബോധന, നിങ്ങൾ നമസ്കരിക്കണമെന്ന സംബോധന ആരോടൊക്കെയാണ്? അത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഉണ്ട് എന്നാണ്. ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകളോടുമുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീകളോടുമുണ്ട് എന്ന ഈ ഒരു സംഗതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിലെ തന്നെ ചില ആളുകൾ പറയുന്നത് പെണ്ണുങ്ങൾ നിസ്കരിച്ചാലും മതി ബാധ്യത തീരാൻ, ആണുങ്ങൾ തന്നെ നിസ്കരിക്കണമെന്നില്ല. ആണുങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ സ്ത്രീകൾ നമസ്കരിച്ചാലും ബാധ്യത തീരുമെന്ന് പറയുന്ന പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുണ്ട്. ഇനി ഈ നമസ്കാരം എത്ര ആൾ നിസ്കരിക്കണം? ഒരാൾ നിസ്കരിച്ചാൽ മതി എന്ന അഭിപ്രായമുണ്ട്. 2 ആൾ വേണമെന്ന അഭിപ്രായമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 3 ആൾ വേണം എന്ന അഭിപ്രായം. അപ്പോൾ 3 ആൾ നിസ്കരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 3 ആൾ. പ്രബലമായിട്ടുള്ള അഭിപ്രായം എടുത്ത് വെച്ചാൽ 3 ആൾ നിസ്കരിച്ചാൽ ബാധ്യത തീർന്നു. ഇപ്പോൾ ചെറുവാടിയിൽ ഒരാൾ മരിച്ചാൽ ചെറുവാടിയിലെ 3 ആൾ നിസ്കരിച്ചാൽ ബാക്കി എല്ലാവരുടെയും ബാധ്യത തീർന്നു. ഇതിന് ഫർള് കിഫായ എന്നാ പറയാം, സാമൂഹിക ബാധ്യതയാണ്. ഫർള് ഐൻ, വ്യക്തിപരമായ ബാധ്യതയല്ല. അതുകൊണ്ട് 3 ആൾ ചെറുവാടിക്കാർ 3 ആൾ ഇവിടുത്തെ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ മൊത്തം ചെറുവാടിക്കാരുടെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ബാധ്യത തീർന്നു. അത് ആണുങ്ങളായിരിക്കാനുള്ളതാണ് പ്രബലമായ അഭിപ്രായം. പെണ്ണുങ്ങൾ നിസ്കരിച്ചാലും മതിയെന്ന്. എന്നാൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാമോ? ഇനി സ്ത്രീകളുണ്ട്, പിന്നെ പ്രായപൂർത്തിയെത്തിയ ആണുങ്ങളില്ല, കുട്ടികളാണുള്ളെങ്കിൽ പിന്നെ അവിടെ ആൺകുട്ടികളാണ് നിസ്കരിക്കേണ്ടത്. അതിന് ഒരു കാരണം പറയുന്നുണ്ട്. അതാണ് വിചിത്രമായിട്ടുള്ളത്. ഈ ഫിഖ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായ സംഗതി ചർച്ച ചെയ്യണമാണ് ഫിഖ് എന്ന് പറഞ്ഞാൽ. അതിൽ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടാവാം. ഈ അബദ്ധങ്ങൾ ഒരിക്കലും നമ്മൾ പ്രമാണമായി അംഗീകരിക്കാൻ പാടില്ല. അപ്പം എന്തുകൊണ്ടാണ് ആണുങ്ങൾ നിസ്കരിച്ചാലേ ബാധ്യത തീരൂ എന്ന് പറയുന്നത് എന്ന ചർച്ചയിൽ ചില ആളുകൾ പറഞ്ഞത് ആണുങ്ങൾ പ്രാർത്ഥിച്ചാലേ പെട്ടെന്ന് ഉത്തരം കിട്ടുള്ളൂ. ആണുങ്ങൾ പ്രാർത്ഥിച്ചാലേ പെട്ടെന്ന് ഉത്തരം കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ആണുങ്ങൾ നിസ്കരിച്ചാലേ ബാധ്യത തീരുള്ളൂ എന്ന് പറഞ്ഞത്. അതൊരു 2-ാം വർത്താനം. കാരണം അള്ളാഹിൻ്റെ സ്ഥാനത്ത് ആണ് പെണ്ണുള്ള വ്യത്യാസമൊന്നുമില്ല ഇതിനൊന്നും. ആണ് പ്രാർത്ഥിച്ചാലും പെണ്ണ് പ്രാർത്ഥിച്ചാലും ആരാണോ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അയാൾ പ്രാർത്ഥിച്ചാൽ അത് ആണായാലും പെണ്ണായാലും ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ അത് വേറെ പറയേണ്ട ഒരു സംഗതിയാണ്. അത് ഇതുമായിട്ട് കൂട്ടിക്കെട്ടി പറയേണ്ട ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഇല്ല. ഇനി ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു അപ്പോൾ ഷാഫി മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബ് പോലുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പറയുന്നത് ഒരു സ്ഥലത്ത് ആണും പെണ്ണുമുണ്ട്. ഒരു മയ്യത്തിൻ്റെ അടുത്ത് ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഇവർക്ക് ഒന്നായിട്ട് നമസ്കരിക്കാവുന്നതാണ്. ആണും പെണ്ണിനും ഒന്നിച്ച് നമസ്കരിക്കാം. ഒന്നിച്ച് നമസ്കരിക്കാമെന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി പെണ്ണുങ്ങൾ മാത്രം നമസ്കരിക്കുമ്പോൾ എങ്ങനെ നമസ്കരിക്കണം? അവിടെ പെണ്ണുങ്ങൾ ഇമാമത്ത് കണ്ടുണ്ടോ? ഇമാമത്ത് കണ്ടില്ല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇതൊക്കെ ഞാൻ ഫിഖ്ഹിലെ ഉദ്ധരണികൾ ഉദ്ധരിച്ച് പറയാത്തത് ഇവിടെ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശറഹുൽ മുഹദ്ദബ് പോലുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് ഇമാമത്ത് വേണ്ട, അവരൊറ്റക്ക് നിസ്കരിച്ചാൽ മതി. ഇനി ഒരാൾ ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മിൽ പറയുന്നു
അഥവാ പെണ്ണുങ്ങൾക്ക് ഒരാൾ ഇമാമത്ത് നിന്നുപോയാൽ ലാ ബൈസ ബിഹി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും പറയും. ഇപ്പൊ നമ്മളെ ഈ കാലഘട്ടത്തിൽ പുതിയ ഒരു സമ്പ്രദായം ആളുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചില ആളുകൾ ഒരാൾ മരിച്ചാൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇപ്പം പാസ്സാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പല വീടുകളിലും പെണ്ണുങ്ങളുടെ നമസ്കാരം നടക്കുന്നില്ല. ഇതിന് വല്ല തെളിവുണ്ടോ? അതിന് ഒരു തെളിവുമില്ല എന്ന് മാത്രമല്ല, ഇമാം റംലി അദ്ദേഹത്തിൻ്റെ നിഹായയിൽ ഇതുമായിട്ടുള്ള ചർച്ചയിൽ പറയുന്നത് പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് നമസ്കരിക്കാം, പുരുഷന്മാരുടെ ശേഷവും നമസ്കരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, പുരുഷന്മാരുടെ മുമ്പ് നമസ്കരിച്ചു പോയതുകൊണ്ടും കുഴപ്പമൊന്നും ഉണ്ടാവേണ്ടതില്ല. പുരുഷന്മാരുടെ മുമ്പ് പെണ്ണുങ്ങൾ നിസ്കരിച്ചു പോയതുകൊണ്ട് കുഴപ്പമുണ്ടാവേണ്ടതില്ല എന്ന് പറയുന്നത് ഇവർ കബറ് കെട്ടിപ്പോക്കാൻ വേണ്ടി തെളിവ് ധരിക്കണ ഇമാം റംലി തന്നെ. അപ്പൊ കബറ് കെട്ടിപ്പോക്കുന്നിടത്ത് ഇമാം റംലിന് അവർക്ക് പറ്റും, മറ്റിടത്ത് പറ്റൂല എന്നുള്ള. ഇനി നബിയുടെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ നിസ്കരിച്ചിരുന്നുവോ? അത് കൃത്യമായി ആണുങ്ങൾ നിസ്കരിച്ചതിന് ശേഷമാണ് മുമ്പാണെന്നൊന്നും പറയില്ല. 3 സംഭവം നമ്മൾക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ നബിക്കായി നമസ്കരിച്ചത് ആരൊക്കെയായിരുന്നു? ആദ്യം പുരുഷന്മാർ നിസ്കരിച്ചു, പിന്നെ സ്ത്രീകൾ നമസ്കരിച്ചു, പിന്നെ കുട്ടികൾ നമസ്കരിച്ചു, പിന്നീട് അടിമകൾ നമസ്കരിച്ചു എന്നാണ് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആണുങ്ങൾ നിസ്കരിച്ചു, പിന്നെ പെണ്ണുങ്ങൾ നിസ്കരിച്ചു, പിന്നെ കുട്ടികൾ, പിന്നെ അടിമകൾ. ഇതിലാരായിരുന്നു ഇമാമ്? ആരും ഇമാമത്ത് നിന്നില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമസ്കരിച്ച നമസ്കാരം നമ്മൾ സാധാരണ നമസ്കരിക്കുന്ന നമസ്കാരമായിരുന്നുവോ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ നബിക്ക് വേണ്ടി സലാത്ത് ഇല്ല മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാരണം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് നബിക്ക് വേണ്ടി നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഹിജ്റയുടെ 55-ാമത്തെ വർഷമാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞാൽ പ്രസിദ്ധനായ സഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഖാദിസിയ്യ യുദ്ധത്തിൻ്റെ സൈനിക നായകനായിരുന്നു അദ്ദേഹം. യുദ്ധം ചെയ്ത് പല യുദ്ധങ്ങളിലും പങ്കെടുത്ത് അദ്ദേഹം യുദ്ധത്തിലല്ല മരിക്കണത്, രോഗശയ്യയിൽ കിടന്നിട്ടാണ്. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, മുസ്ലിമിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് നബിയുടെ ഭാര്യമാർ അസ്വാജുൻ നബി എന്നാണ് പറഞ്ഞത്. നബിയുടെ ഭാര്യമാർ അവരുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ചൊല്ലി അയച്ചു, സഅദ് ബിൻ അബി വഖാസിൻ്റെ മയ്യത്ത് ഇവിടെ മസ്ജിദ് നബവിയിൽ കൊണ്ടുവരണം, ഞങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ ആ മയ്യത്ത്, സഅദ് ബിൻ അബി വഖാസിൻ്റെ മയ്യത്ത് മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്നു. പള്ളിയുടെ അകത്ത് വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റ് നബിയുടെ ഭാര്യമാരും നമസ്കരിച്ചു എന്നാണ് മുസ്ലിമിൻ്റെ ഹദീസിലുള്ളത്. ഇവർ നമസ്കരിച്ചതിനെ സംബന്ധിച്ച് പിന്നെ ആളുകൾ ആക്ഷേപം പറഞ്ഞു. എന്താ ആക്ഷേപം? പെണ്ണുങ്ങൾ നിസ്കരിച്ച് കളഞ്ഞുകൊള്ള അല്ല ആക്ഷേപം, ഇവർ പള്ളിയിൽ വെച്ച് നമസ്കരിച്ച് കളഞ്ഞോണം. പള്ളിയിൽ വെച്ച് നമസ്കരിച്ചോണം. ഇമാം മുസ്ലിം പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കാം എന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ളതിനല്ല, പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കാം. അപ്പോൾ ഇവരുടെ ആക്ഷേപം കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഈ ആളുകൾ എത്ര പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ മറന്നു പോണത്? നബി മരിച്ചു, ഇപ്പോൾ 55 പറഞ്ഞാൽ ഹിജ്റ 55ആണല്ലോ, അപ്പോൾ 45 കൊല്ലം ആയിരുന്നു നബി മരിച്ചിട്ട്. കാരണം ബാക്കി 10 കൊല്ലം നബി മദീനയിൽ വന്ന ആ ഇത് മുതൽക്ക് മരിക്കണേ വരെയുള്ള ഇതുമായിട്ട് കൂട്ടേണ്ടതാണ്. അപ്പോൾ 45 കൊല്ലം ആയുള്ളൂ. അപ്പോഴേക്ക് ഇവരാളുകൾ നബി ചെയ്തതൊക്കെ മറന്നു പോവാണല്ലോ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ബൈളാഹിൻ്റെ മകൻ സഹിലിന് വേണ്ടി പള്ളിയിലുള്ള ഉള്ളിൽ വെച്ചാണ് നമസ്കരിച്ചിരുന്നത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ബൈളാഹിൻ്റെ 2 മക്കൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ചാണ് നമസ്കരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യമാർ നിസ്കരിക്കണം. ഇനി നമ്മൾ അംഗീകരിക്കുന്ന മഹാനായിട്ട് അപ്പം ഇവിടെ 3 സംഭവമായി. ഒന്ന്, സഅദ് ബിൻ അബി വഖാസിന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ നമസ്കരിക്കുന്നു. സഹിലിന് വേണ്ടി നബി പിന്നെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചത് ആയിഷ കാണുന്നു, അവരെ പങ്കെടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പിന്നെ സ്ത്രീകൾ നമസ്കരിക്കുന്നു. ഇനി ഇമാം ഷാഫി റഹ്മഹുല്ലാ മരിച്ചപ്പോൾ നമ്മൾ സാധാരണ നഫീസത്ത് മാലയെ പറയുന്ന നഫീസത്ത് ബീവി ഉണ്ടല്ലോ,
നമ്മളാളുകൾക്കൊക്കെ ഓർമ്മയുള്ളതാണ് നഫീസത്ത് ബീവിയുടെ മഹത്വം. നഫീസത്ത് ബീവി ഇമാം ഷാഫി റഹ്മഹുല്ല ഇന്നത്തെ ഗസ, ഫലസ്തീനിലെ ഗസയിലാണ് ജനിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നാട് ഗസയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് വാപ്പ മരിച്ചു. ഉമ്മ അദ്ദേഹത്തെയുമായി മക്കയിലേക്ക് പോയി. കാരണം മക്കക്കാരിയാണ് മാതാവ്. മക്കയിലാണ് ഇമാം ഷാഫി വളരുന്നത്. പിന്നീട് അദ്ദേഹം മദീനയിൽ ഇമാം മാലിക്കിൻ്റെ അടുത്ത് പഠിച്ച് അവിടുന്ന് പിന്നീട് അദ്ദേഹം നിരന്തരമായി പഠനയാത്ര ചെയ്യാം. അവസാനം അദ്ദേഹം ഈജിപ്തിലാണ് എത്തിപ്പെടുന്നത്. ഈജിപ്തിൽ നിന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അവിടെ നഫീസത്ത് ബീവി ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. നഫീസത്ത് ബീവിയുടെ ഇൽമിൻ്റെ സദസ്സിൽ ഇമാം ഷാഫി പങ്കെടുക്കാറുണ്ട്. ഇമാം ഷാഫിയുടെ സദസ്സിൽ നഫീസത്ത് ബീവി പങ്കെടുക്കാറുണ്ട്. ഇമാം ഷാഫി റഹ്മഹുല്ല മരിച്ചപ്പോൾ ഇമാം ഷാഫിയുടെ മയ്യത്ത് നഫീസത്ത് ബീവി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുത്തിയിട്ട് അവിടുന്ന് നമസ്കരിച്ചതായിട്ട് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ ബിദായ വന്നിഹായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾ നമസ്കരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്ലാം അംഗീകരിച്ചു പോകുന്നുള്ള മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു വാദമുള്ളത് ആണുങ്ങളാണ് ആദ്യം നിസ്കരിക്കേണ്ടത്, പെണ്ണുങ്ങൾ പിന്നെ ആദ്യം നിസ്കരിക്കാൻ പാടില്ല. ഇതിന് ഒരു തെളിവുമില്ല. ഇതിനും ഷാഫി ഫിഖ്ഹിൽ അതീതിലാവട്ടെ ഷാഫി ഫിഖ്ഹിലാവട്ടെ ഒരു തെളിവ് അതിന് കണ്ടെത്താൻ കഴിയണം. ഇനി അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഈ മയ്യത്ത് ഇവർ നിസ്കരിച്ചിട്ടത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമോ? പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ അങ്ങനെ ചെയ്യുമില്ല. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ അയാൾക്ക് വേണ്ടി അയാളുടെ കുടുംബക്കാർക്ക് സ്ത്രീകൾക്കടക്കം ചെയ്യാവുന്ന അള്ളാന്റെ റസൂൽ ചെയ്തതും പഠിപ്പിച്ചതുമായ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞത് മയ്യത്ത് നിസ്കാരമാണ്. ഈ മയ്യത്ത് നിസ്കാരം പാടില്ല എന്നാണ് ഇവരിപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. അതിന് പകരം എന്ത് ചെയ്യാം? അത് പിന്നീട് പറയാം. പിന്നീട് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഖബറടക്കുക ചെയ്യേണ്ടത്. ഈ ഖബറിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. ഒരാളെ അത് കടത്താൻ പാകത്തിനുള്ള ഒരു ഖബർ. അത് ഷാഫി ഫിഖ്ഹിലൊക്കെ പറയുന്നത് ഒരാളും കയ്യൊപ്പുന്നാണ്. ആ ഖബറിൽ ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തിയാൽ കൈ ഖബറിൻ്റെ മുകൾ ഭാഗത്ത് നിരപ്പുമായിട്ട് ഒത്തുവരുന്ന അത്രയും ആഴം വേണം. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നും സാധ്യമാണെന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഖബറിന് അത്ര ആഴമൊന്നുമില്ല. അത് വന്യജീവികളൊക്കെ അത് മാന്താതിരിക്കാനും അതിൻ്റെ മണം പുറത്തു വരാതിരിക്കാനും ഒക്കെയാണ്. അതൊരു നിർബന്ധമായിട്ടുള്ള സംഗതിയല്ല. ഈ മയ്യത്തിനെ ഇതിൽ മറയെടുക്കുമ്പോൾ അതിൻ്റെ മൃഗങ്ങൾ മാന്താത്ത അവസ്ഥയിൽ മറ്റാൾക്കും അത് മാന്തി കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ അതിന് പൂർണ്ണമായി സംരക്ഷണം നൽകുന്ന വിധത്തിലുള്ള ഖബറായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അതിൽ രണ്ട് രീതിയുണ്ട് ഖബറിന്. ഷക്ക്, ലഹദ് എന്ന് പറയുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് ഷക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഖബറാണ്. ലഹദ് എന്ന് പറയുമ്പോൾ ഒരു ഖബർ ഉള്ളിലേക്ക് തുറന്നിട്ട് ഈ തലക്കുന്ന മയ്യത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടത്തുന്ന രീതിയിലുള്ള ഒരു ഭാഗത്തുനിന്ന് തലൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കടത്തുന്ന രീതിയിലുള്ള ഇതിനാണ് ലഹദ് എന്ന് പറയാം. അത് പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുമ്പോൾ ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞിട്ടാണ് മയ്യത്തെ ഖബറിലേക്ക് താഴ്ത്തേണ്ടത്. എന്നിട്ട് മയ്യത്തിനെ ഖിബിലക്ക് അഭിമുഖമായി ചരിച്ചു കിടത്തിയിട്ട് പിന്നീട് മൂടുകാലൊക്കെ വെച്ച് മണ്ണിടാണ്. മണ്ണിട്ടിട്ട് പിന്നീട് ഖബറിൻ്റെ ഷാഫി മദ്ഹബിലെ തന്നെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് തലയുടെ ഭാഗത്ത് ഒരു കല്ല് നാട്ടുക. ഖബർ തലൻ്റെ ഭാഗത്ത് മീസാൻ കല്ല് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇമാം മാവർദിയെ പോലുള്ള ചില ആളുകൾ രണ്ട് കല്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാലിൻ്റെ ഭാഗത്തും തലൻ്റെ ഭാഗത്തും. ഇതിനുള്ള തെളിവെന്താണ്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഖബറടക്കിയിട്ട് ഒരാളോട് ഒരു കല്ലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കല്ലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഇയാൾ കല്ല് എടുക്കാൻ പോയി നോക്കുമ്പോൾ ഇയാൾക്ക് പൊന്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് രണ്ട് കയ്യും കൊണ്ട് കയറ്റി പായത്തിൻ്റെ. എന്നിട്ട് ആ കല്ലെടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാനല്ല, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുടെ ഭാഗത്ത് വെച്ചിട്ട് പറഞ്ഞു, അതഅല്ലമു ബിഹി ഖബറ അഖി, എൻ്റെ സഹോദരൻ്റെ ഖബർ ഇതുവഴി ഞാൻ തിരിച്ചറിയും. എൻ്റെ സഹോദരൻ്റെ ഖബർ ഇതുവഴി ഞാൻ തിരിച്ചറിയും. വഅദ്ഫനു ഇലൈഹി മൻ മാത മിൻ അഹ്ലി, എൻ്റെ ആളുകളിൽ ആരെങ്കിലും മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് ഞാൻ അവരെ മറമാടുകയും ചെയ്യും എന്ന് പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ ഖബറിന് മീസാങ്കല്ല് സ്ഥാപിക്കണതിന് തെളിവ് ധരിച്ചിട്ടുള്ളത്. ഇമാം നവവി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശറഹുൽ മുഹദ്ദബിൽ ഇത് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നു. പിന്നീട് അവിടെ വെച്ച് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇസ്തഗ്ഫിറു ലി അഖീകും വസലുല്ലാഹ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന യുസ്അൽ. നിങ്ങളുടെ സഹോദരൻ ഇതാ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, തസ്ബീത്ത് ചോദിക്കുകയും ചെയ്യണം. അതിൻ്റെ രൂപമൊന്നും ഹദീസിൽ ഉദ്ധരിച്ച് കാണില്ല. എങ്ങനെയാണ് തസ്ബീത്ത്, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു രൂപമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്ന് പറയുന്ന ഈ ഭാഗം. ഇനി അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇത് എത്ര സമയം വരെ പോകണം? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മക്കളോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് ഒരു ഒട്ടകത്തെ അറുത്ത് അതിനെ തോല് പൊളിച്ച് ഭാഗം വെക്കുന്ന അത്രയും സമയം നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് നിൽക്കണം. എന്തിനാണത്? എൻ്റെ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് ആലോചിക്കാനാണ്. അപ്പോൾ നമ്മൾ തോന്നാം ഖബറിലെത്തിയ മനുഷ്യന് ആലോചന ഉണ്ടാവുമോ? ഇവിടെ അത്തരം ചോദ്യത്തിനും പ്രസക്തിയില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യുന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ചോദ്യം ചെയ്യുമെങ്കിൽ ഈ മയ്യത്ത് അതിനു വേണ്ടി അവിടെ ഒരുങ്ങണ്ടിണ്ടാവും എന്ന് വെക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ മറ്റു കാര്യമായിട്ട് തുലനം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് അതേപടി അംഗീകരിക്കാനുള്ളത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ദീർഘമായി തന്നെ അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലി പ്രാർത്ഥിച്ച് ഇയാൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക, എന്നിട്ട് തിരിച്ചു പോരുന്ന രീതിയാണ് അവിടെ സ്വീകരിക്കേണ്ടത്. ഇതാണ് മയ്യത്ത് സംസ്കരണത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, മയ്യത്ത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ ആളടുത്ത് തലക്കമ്പുറത്ത് ഇരുന്നാട്ട് ഖുർആൻ ഓതുക. രണ്ടാമത്തേത്, നേരത്തെ ഒക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുറച്ചു കാലം, ഒരു 4-5 കൊല്ലം വരെ എന്ന് തന്നെ പറയാം, ഉണ്ടായിരുന്നത് മയ്യത്ത് എടുക്കുന്ന സമയത്ത് മാത്രം ഒരു യാസീനും ഇഖ്ലാസും മുഅവ്വിദത്തൈനും നോക്കി ഓതിയായിട്ട് ദ്വാരക്കുന്ന ഒരു സമ്പ്രദായം. ഇങ്ങനൊരു സമ്പ്രദായം യഥാർത്ഥത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ ഒരു കാര്യം പഠിപ്പിക്കേണ്ടതെങ്കിൽ നബിയുടെ സുന്നത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമില്ല. നബി അവിടുന്ന് യാസീൻ ഓതി 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നൊക്കെ ഓതി. എന്നിട്ട് പിന്നെ ഒരു നീണ്ട ദുആ. നബിയാണെന്ന് ദ്വാരുന്നുണ്ട്. ആ ദ്വാരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോൾ അവിടെ വന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ എന്നിങ്ങനെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന. പിന്നെ ബാക്കിയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പറയുകയാണെങ്കിലും നല്ലതേ പറയാവൂ, കാരണം അള്ളാഹു മലക്കുകൾ നിങ്ങൾ പറയുന്ന ആമീൻ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വേറെ ഈ രീതിയിലുള്ള ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന യാസീൻ ഓതി ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതിയിട്ടുള്ള ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബിമാരോ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് എവിടുന്ന് വന്നു? ഇത് വന്നിട്ടുള്ളത് ഏത് കാലത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം. കാരണം സഹാബിമാരുടെ കാലത്തും അങ്ങനെ ഒരു ഏർപ്പാടില്ല. മദ്ഹബിൻ്റെ ഇമാമുകൾ ആരും ഇതിനെപ്പറ്റി അങ്ങനെ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സമ്പ്രദായമാണ്. അപ്പോൾ നമ്മൾ പറയും അതിൽപ്പെന്ന കുഴപ്പം, നല്ല കാര്യമല്ലേ, നമ്മൾ ആകെ കാണുന്നത് ഇതൊക്കെ നല്ല കാര്യമല്ലേ എന്നത് മാത്രം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൽ ഒരു കാര്യം നല്ലത് എന്ന് പറയണമെങ്കിൽ വിശേഷിച്ചും ഇത്തരത്തിലുള്ള സംഗതികൾ, ഇതൊക്കെ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു സമീപനത്തിലും ഇങ്ങനെ ഒരു ഏർപ്പാട് കാണുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഇത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. കാരണം ഇത് നല്ലതായിരുന്നുവെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് സമൂഹത്തെ പഠിപ്പിക്കേണ്ടിയിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയാൻ കഴിയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നല്ല കാര്യമൊക്കെ നമ്മളെ പഠിപ്പിക്കാതെ വിട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതോടുകൂടി പിന്നെ അയാൾക്ക് ഇസ്ലാമിന് സ്ഥാനമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കാര്യമില്ല. അലി റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണ്. അത് ഇതോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. ഈ ഹുഫ് എന്ന് പറഞ്ഞാൽ ഈ അറബികൾ ധരിക്കണ ഒരു പ്രത്യേക കാലിനിടുന്ന ഒരു സാധനമാണ്. ഹുഫ് നമ്മൾ മദ്രസ എന്നൊക്കെ പഠിച്ചു വരാം. ഇന്ന് നമ്മൾ സോക്സ് എന്ന് പറയുന്ന അതിൻ്റെ രീതിയിലുള്ള. അപ്പോൾ ഇത് തടവണയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ദീന് ബുദ്ധിപരമായി സ്വന്തം അഭിപ്രായം അനുസരിച്ചാണ് പറയേണ്ടിയിരുന്നതെങ്കിൽ ഞാൻ പറയാം ഹുഫിൻ്റെ അടിയിലെ ഭാഗമാണ് തടവേണ്ടതെന്നാണ്.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മേലെ ഭാഗത്ത് അടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യത്തിലും നമ്മൾ അത് അങ്ങനെയല്ലേ, ശരിയല്ലേ, നല്ലതല്ലേ, ഈ അർത്ഥത്തിലല്ല കാര്യങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്ത് കാണിച്ചെന്നത്, പഠിപ്പിച്ചത്, അതാണ് നബിയുടെ സുന്നത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരാൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അയാളെ പിന്നെ മുബ്തദി എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ സുന്നി മുബ്തദി എന്നുള്ളത് ആകെ അടിമേൽ മറിഞ്ഞിരിക്കുകയാണ്. ബിദ്അത്ത് ചെയ്യണമെന്ന് സുന്നിയും സുന്നത്ത് ചെയ്യണമെന്ന് മുബ്തദിയുമായിട്ട് പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ ഈ യാസീന് ഫാത്തിഹ ഓതി ദ്വാരക്കണ ഇത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത്. ഇന്നത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാൾ മരിച്ചാൽ വിവരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മയ്യത്ത് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ മൈക്ക് സെറ്റ് പിന്നെ സംവിധാനിക്കുകയാണ് ആദ്യമായിട്ട് മരിച്ച വീട്ടിൽ ചെയ്യണത്. എന്നിട്ട് വരുന്നോ യാസീൻ ഓതി ദ്വാരന്നുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷത്തിൻ്റെയോ ഒരു പൊതുസമ്മേളനത്തിൻ്റെയോ ഒക്കെ രീതിയിലാണ് ഇന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കടുത്ത ബിദ്അത്ത് മുൻകറത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ആണ് നമ്മളുടെ ഇമാമുകൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരിതിനെ ശക്തമായിട്ട് പിന്നെ അതിൻ്റെ ഇതിൽ പ്രതികരിക്കുമായിരുന്നു. ഇമാം റംലി ഇവർ ഏറ്റവും തെളിവുദ്ധരിക്കുന്ന ഖബറട്ടി വെക്കാൻ വേണ്ടി ഇവർ തെളിവുദ്ധരിക്കുന്ന ഇമാം റംലി അദ്ദേഹത്തിൻ്റെ നിഹായയിൽ ഈ സംഗതിയെ സംബന്ധിച്ച് പറയുന്നത്, മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഉറക്കെ പ്രാർത്ഥിക്കുകയോ ഖുർആൻ ഓതുകയോ ചെയ്യുന്നത് പിന്നെ ബിദ്അത്ത് മുൻകറത്താണ് എന്ന് മാത്രമല്ല അത് തടയപ്പെടേണ്ടതാണ്. അതിന് അദ്ദേഹം തെളിവ് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പറഞ്ഞു ഇത് സലഫ് പറഞ്ഞാൽ സഹാബിമാർ താബികൾക്കാണ് സലഫ് എന്ന് പറയാം. സലഫിൻ്റെ സമീപനത്തിന് വിരുദ്ധമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു മയ്യത്ത് സംസ്കരണത്തിൻ്റെ രംഗത്ത് അദ്ദേഹം ഉണ്ട്. വേറെ ഒരുത്തനെ മയ്യത്തിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്, അള്ള താങ്കൾക്ക് പുറത്തു തരട്ടെ. മയ്യത്തിനോട് പറയണം അള്ള താങ്കൾക്ക് പുറത്തു തരട്ടെ എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ ഗഫറല്ലാഹു ലക്, നിനക്ക് അള്ള പുറത്തു തരാതെക്കട്ടെ. ആരോടാ പറയുന്നത്? മയ്യത്തിനെ സംബോധന ചെയ്യുന്നത് താങ്കൾക്ക് അള്ള പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ മനുഷ്യനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ള നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ. കാരണം എന്താ? അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമാണിത്. അപ്പോൾ ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ബിദ്അത്ത് എന്ന് പറയുന്നത് നമ്മൾ നല്ലതാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് ചെയ്താൽ പറ്റൂല. പിന്നെ അതിന് അത്തരം കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് പറഞ്ഞത്. ഏത് സംഗതിയും നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലേ? ഇബാദത്തിൻ്റെ കാര്യത്തിൽ വിശേഷിച്ചും നമ്മൾക്ക് പുതിയ ഒന്നുണ്ടാക്കാനുള്ള ഒരു അനുവാദം ഇല്ലാണ്ട്. അതാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഹദിയ ചെയ്യണ സംഗതികളൊക്കെ ഉണ്ട്, വേറെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ സമയമല്ല. പിന്നെ 8:06 നമസ്കാരം. നമ്മൾക്ക് ഇവിടെ വെച്ച് പിന്നെ ഇത് അവസാനിപ്പിക്കാം. ബാക്കിയുള്ളത് പിന്നീട് ഒരവസരത്തിൽ നമ്മൾക്ക് പറയാം. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതൊക്കെ നമ്മൾ പറയേണ്ടതാണ്. അങ്ങനൊന്നും ഒരു ഏർപ്പാടും ഇല്ല. അത് നമ്മളൊന്നും കുട്ടിക്കാലത്തിൽ എപ്പോൾ അടുത്ത് തുടങ്ങിയാണ്, 1-2 കൊല്ലമായിട്ടേ ഉള്ളൂ. എന്നിട്ട് അത് ഇയാൾക്ക് ഹദിയ ചെയ്യാം. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. അതൊക്കെ ബിദ്അത്താണ്. ഇതൊക്കെ പിന്നെ പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ള സംഗതിയാണ്. ഇതിനൊന്നും ഇസ്ലാമിൽ ഷാഫി മദ്ഹബാണല്ലോ ഇവിടെ നമ്മളെ നാട്ടിൽ. ഷാഫി മദ്ഹബിൽ ഇത് തീർത്തും നിരോധിച്ചിട്ടുള്ള എതിർത്തിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഒരുപാട് കാര്യം പറയാണ്ട്. ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാം, ഭാര്യ മരിച്ചാൽ ഭർത്താവിനും കുളിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഈ ആദ്യം മരിച്ചാൽ ഞാനായാലും എന്നെ കുളിപ്പിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നെ കഴിഞ്ഞു പോയ സംഭവം വരെ ആവർത്തിക്കുമായിരുന്നുവെങ്കിൽ നബിയുടെ ഭാര്യമാരായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാന്ന് പറയും. മരിക്കണോടുകൂടി വേണ്ട ബന്ധം മുറിയണമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ 4 മാസം 10 ദിവസം പിന്നെ ഭാര്യ ആചരിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈ ബന്ധം അറ്റുപോകണമെങ്കിൽ പിന്നെ ഇവർ വേറെ വിവാഹം ചെയ്യണം. അതിന് 4 മാസം 10 ദിവസം കാത്തിക്കണം. അപ്പോൾ മരിച്ചു എന്നുള്ളതുകൊണ്ട് ഭാര്യയും ഭർത്താവിൻ്റെ ബന്ധത്തോടുകൂടി മുറിയില്ല.
അപ്പൊ അതുകൊണ്ട് ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാം. അപ്പൊ ആ ബന്ധം മുറിയില്ല. ഇതിപ്പോ താൽക്കാലികമായിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹദീസിലെന്ന് പറഞ്ഞാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചു വന്ന കാര്യങ്ങളിൽ ഞാൻ അപ്പം അതിനെ പറ്റി ഇത് എഴുതിയോണ്ടൊക്കെയുണ്ട് IPH പ്രസ് പറഞ്ഞതനുസരിച്ച്. അപ്പോൾ അതിൽ പിന്നെ ഇമാം അബൂദാവൂദൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള പിന്നെ ഇതിൽ കാണാം. ഹദീസ് എന്ന് പറയുമ്പോൾ ഹദീസ് എന്നല്ല അതിന് പറയേണ്ട അസർ എന്നാണ്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ഹദീസ് എന്ന് പറയും. അത് നല്ല ചോദ്യമാണ്. എന്താ പറഞ്ഞു? ആ അതൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഒക്കെ നമുക്ക് പിന്നെ പറയാം. അത് സിയാറത്തിലെത്തിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് പിന്നീടാവാം. ഇപ്പം അത് ഇവിടെ വെച്ച് നിർത്താണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി.